പെണ്ണകം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിനായാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ജനനം എഴുത്തുകാരുടെ സ്വപ്നങ്ങളും അനുഭവങ്ങളും ലോകവുമായി പങ്കിടുന്ന ഒരു പ്രത്യേക നിമിഷമാണിത്. അടുത്തതായി വേദിയിലേക്ക് അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ സി ഉദയകല ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രശസ്ത നോവലിസ്റ്റ് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെയും എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ ജോൺസൺസ് വൈ സാറിനെയും ആലപ്പുഴ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ശ്രീ പങ്കജാഷൻ സാറിനെയും മുൻ ലേബർ ഓഫീസറും മണിടെക് മീഡിയയുടെ സ്ഥാപകനുമായ നസീർ ഖാൻ സാഹിബ് പി സാറിനെയും കോൺട്രാക്ടറും വ്യവസായിയുമായ ശ്രീ ബാബു കെ സാറിനെയും കൂടാതെ ഇന്നത്തെ മുഖ്യ അതിഥി എഴുത്തുകാരി ബിസ്മിയ റാവുത്ത് ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. So first of all, to start this inauguration, I welcome retired SP Shiva Prasad on behalf of respected Minister of Cultural Affairs, Sajeev Chirya. Next, I would like to welcome teacher and writer Dr. C. Udayakala. Next, I would like to call upon novelist Dr. George Onakur. DYSP Narcotics Cell Alapura, Pangajakshan. Writer and teacher Dr. Johnson. Retired labor officer and founder Manytech Media, Nazir Khan Sahib. Contractor and starboard well, Babu K. Next, writer Bismi R. Router. Thank you for joining this occasion and welcome everyone on behalf of me and everyone. Thank you. ബിസ്മിയുടെ ഒരുപാട് ബന്ധുക്കൾ കുടുംബാംഗങ്ങളുണ്ട്, ഉമ്മയും ബാപ്പയും എല്ലാവരും ഉണ്ട്. അതുപോലെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആളുകളുണ്ട്. സാഹിത്യ പ്രേമികളായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ വ്യക്തിത്വങ്ങളുണ്ട്. ഈ പുസ്തകം ഏറെ വ്യത്യസ്തമായ ഒന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പെണ്ണകം എന്ന ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒരു പെണ്ണിന്റെ മനസ്സിൽ നിന്നും വരുന്ന ചിന്തകൾ, സ്വാതന്ത്ര്യ ചിന്തകൾ, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് വളരെ അയത്ന ലളിതമായി സംഭാഷണം പോലെ അനൗപചാരികമായി പ്രസന്റ് ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഈ പുസ്തകത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകം നമുക്ക് ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് വായിച്ചു തീർക്കാനേ നമുക്ക് പറ്റൂ. ഇടയ്ക്ക് നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. ആ രീതിയിലാണ് ഈ പുസ്തകത്തിന്റെ എഴുത്ത് രീതി നമ്മൾ കാണുന്നത്. ഇത് അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ എന്ന് പറയുന്നത് അനുഭവങ്ങളായിട്ട് തന്നെ എഴുതി വെക്കുകയല്ല, മറിച്ച് അതിനെ കാവ്യാത്മകമായും നാടകീയമായും കഥാരൂപത്തിലൊക്കെ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം ചില തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങൾ ഇതിനകത്തേക്ക് പകർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ച് അവർ സമൂഹത്തെ നോക്കിക്കാണുമ്പോൾ അവർ ഇന്ന് കാണുന്ന സ്വത്വ പ്രതിസന്ധികൾ, സാമൂഹ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ സ്ത്രീയുടെ റോൾ എന്താണ്? ഒരു 50 വർഷം മുൻപ് സ്ത്രീ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യമില്ലായ്മ അല്ല ഇന്നുള്ളത്. ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇന്നത്തെ സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത് 50 വർഷം മുൻപുള്ള സ്ത്രീയുടെ പ്രശ്നങ്ങളല്ല. പക്ഷെ ഇന്നും ആ പ്രശ്നങ്ങൾ പല രീതിയിൽ പല ഭാവത്തിൽ പ്രശ്നങ്ങളായി തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതിനോടൊരു സാഹിത്യ മനസ്സുള്ള എഴുത്തുകാരി എന്ന നിലയിൽ ശ്രീമതി ബിസ്മിയ റാവുത്തറിന് അതിനോട് ഒപ്പം ചേർന്ന് പോകാൻ കഴിയുന്നില്ല. അവർ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വിഫലതകളൊക്കെ അവർ തുറന്നു പറയുകയാണ് ഈ പുസ്തകത്തിലൂടെ. 250 രൂപ വില വരുന്ന ഈ പുസ്തകം ഏകദേശം 140 പേജുകൾ പുറത്തുണ്ട്. ഏകദേശം 30ഓളം അടുത്ത അധ്യായങ്ങളുമുണ്ട്. സുതിലി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം
അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ സന്നിഹിതനായിരിക്കുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ്. സാറിന്റെ അവതാരികയിൽ പുസ്തകത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രം എന്താണെന്ന് സാർ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിനെ പറ്റി സംസാരിക്കുവാനാണ് നമ്മുടെ ഇന്ന് ഈ ചടങ്ങിൽ വന്നിരിക്കുന്ന പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കും. ഞാൻ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എൻ്റെ ചില ആശയങ്ങൾ മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസയും പകരുന്നു. താങ്ക് യു. ഇനി ഇന്നത്തെ ഏറ്റവും പ്രതീക്ഷയുടെ കാത്തിരുന്ന നിമിഷമാണ് പെണ്ണകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം. ഇത് നിർവഹിക്കുന്നതിനായി ശ്രീ റിട്ടയർഡ് അഡീഷണൽ SP ശിവപ്രസാദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടാതെ ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ C ഉദയകല മാഡത്തിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരത്തെ സദസ്സിൽ സാധാരണ രീതിയിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇത്. അത് പുതിയ ഒരു എഴുത്തുകാരിയുടെ പുസ്തകം, വിഷ്ണു റാവുത്തരുടെ ആദ്യ പുസ്തകമാണിത്. ഞാനാണ് അതിനെ അവതാരിക എഴുതാൻ വിധിക്കപ്പെട്ട ആൾ. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് വിഷ്ണു റാവുത്തരെ പരിചയമില്ല. അവതാരിക എഴുതിയതിനു ശേഷമാണ് അവരെ ഞാൻ കാണുന്നത് തന്നെ. പോസ്റ്റിൽ അയച്ചിരുന്നില്ല. അതെ. പക്ഷെ ഈ പുസ്തകത്തിന്റെ ഒരു മെറിറ്റ് വെച്ചിട്ടാണ് ഞാനൊരു ആമുഖം എഴുതി കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. എൻ്റെ വീട്ടിൽ 8 കണക്കിന് അവതാരിക എഴുതാനുള്ള പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ ഇരിക്കെ എന്തുകൊണ്ട് ബിസ്മിയുടെ പുസ്തകത്തിന് ഒരു ആമുഖം എഴുതാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ ഉത്തരം ഈ പുസ്തകം തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടം. കാരണം ഈ ഓഥറിനോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവരാരാണെന്ന് പോലും ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എഴുത്ത് വഴികളിൽ പ്രത്യക്ഷമായ ധീരതയും ഒരു തെളിമ നമ്മൾ പറയില്ലേ, ഒരു വെണ്മ, ഒരു ശുദ്ധി എന്ന് പറയുമല്ലോ, അക്ഷരങ്ങളുടെ ഒരു വിശുദ്ധി, ആത്മാർത്ഥത നേരിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലക്ക്, എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് ഞാൻ ഈ പുസ്തകത്തിന് ഒരു ആമുഖക്കുറിപ്പ് എഴുതാൻ താല്പര്യമെടുത്തത്. പല പ്രാവശ്യം അതിനെ നിർബന്ധിക്കുന്നുണ്ടായില്ല, ഞാനത് എഴുതി കൊടുക്കുകയായിരുന്നു. പക്ഷെ അത് മനോഹരമായിട്ട് അച്ചടിച്ച് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ പെണ്ണകം പറയുന്നത്, അല്ലെങ്കിൽ ബിസ്മി റാവുത്തർ എന്താണ് നമ്മോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യത്തെ വാക്കുകളാണ് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ്. വാക്കുകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്നെപ്പോലുള്ള സാധാരണ എഴുത്തുകാർ വിശ്വസിക്കുന്നത്. മനസ്സിൽ നിന്ന് പുറപ്പെടണം, നാവിൽ നിന്ന് അല്ല. നാവിൽ നിന്നാണെങ്കിൽ നമുക്കൊരു പ്രസംഗമാവാം, പക്ഷെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് അത് സാഹിത്യമാകുന്നത്, എഴുത്ത് ആകുന്നത്. പ്രത്യേകിച്ചും ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ചില സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട്, നമ്മളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ കാര്യങ്ങളാണ് വിഷ്ണു പറയുന്നത്, ഇത് ഉറക്കെ പറയുന്നു എന്നുള്ളതാണ് ഈ എഴുത്തുകാരിയുടെ ധീരത എന്ന് ഞാൻ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ. എനിക്കിത് കുറച്ച് അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ്. സാക്ഷരതാ സമിതിയുടെ ഡയറക്ടർ ആയിരുന്നു. കേരള സാക്ഷരതാ സമിതിയുടെ ഡയറക്ടർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നേരിട്ട് സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. അങ്ങനെ അധികം പേരില്ല, മന്ത്രിയൊന്നുമല്ല.
അല്ലെങ്കിൽ MLA പോലും അല്ല. പക്ഷേ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ സ്പന്ദങ്ങൾ അറിയാം. ഹൈസ്കൂളുകളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു ജില്ലയിലെ സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു, സർ 9ാം ക്ലാസ് വരെയേ ഇവിടെ പെൺകുട്ടികളുള്ളൂ, 10ാം ക്ലാസ്സിൽ പെൺകുഞ്ഞുങ്ങളില്ല. അതൊരു കഥയാ എന്ന് ഞാൻ ആലോചിച്ചു. 10ാം ക്ലാസ്സിൽ പെൺകുട്ടികളില്ല. നല്ല മിടുക്കിയായിട്ട് പഠിച്ചു വരുന്ന സുന്ദരികളായ പെൺകുട്ടികൾ 9ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് അപ്രത്യക്ഷരാകുന്നു. അവരെവിടേക്ക് പോകുന്നു? അവർ വിവാഹം ചെയ്ത് അയക്കുന്നു. അവരെ വിവാഹം ചെയ്തയക്കുന്നു. 10ലേക്ക് വരുന്നില്ലേ കുട്ടികൾ? വലിയ ദുഃഖത്തോടു കൂടി അധ്യാപകർ എന്നോട് പറഞ്ഞു, ഈ പെൺകുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണ് വിധി, അവരെ മുന്നോട്ട് അയക്കാൻ മാതാപിതാക്കൾ അല്ലെങ്കിൽ സമൂഹം ശ്രദ്ധിക്കുന്നില്ല എന്നത് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്താ, ഈ പെൺകുഞ്ഞുങ്ങളെല്ലാം 9 ക്ലാസ് കഴിയുമ്പോഴേക്ക് അതിസുന്ദരികളായ ഈ കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. ആളുകൾ ആവശ്യക്കാർ വരുന്നു, കൊടുക്കുന്നു. ആവശ്യക്കാർ വരുന്നു, അവർക്ക് കൊടുക്കുന്നു. വെക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ചങ്കി കൊള്ളുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കുറെ കരഞ്ഞിട്ടുള്ളതാണ് ഈ ഓഫീസിൽ. ഒരു വീട്ടിൽ ഇറങ്ങുമ്പോൾ എന്താ നമ്മൾ നീ 10 പഠിക്കണല്ലേ, കണ്ണും നിറയും കൊച്ചിൻ്റെ. കല്യാണം ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, വില പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്, കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു, വാങ്ങാനുള്ളവൻ പുറത്ത് നിൽക്കുന്നുണ്ട്, കൊടുക്കുകയാണ്. അപ്പോൾ ഈ പണി പറ്റില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ 2 പെൺകുട്ടികളുടെ പിതാവാണ്. ഈ കുട്ടികളെ, സമർത്ഥരായ കുട്ടികളെ പഠിക്കാൻ അയച്ചാൽ, മുൻപോട്ട് വിട്ടാൽ അവർക്ക് നന്നായിട്ട് പഠിക്കില്ലേ? പഠിക്കും. അവരുടെ വിദ്യാഭ്യാസം എന്തിനാണ് തടയുന്നത്? ആവശ്യമില്ല. വിദ്യ കൊണ്ടല്ലേ പ്രബുദ്ധരാകേണ്ടത്? ഗുരുദേവന്റെ ഓർമ്മകളുമായി നിൽക്കുന്ന ദിവസത്തിലാണ് നാം ഇപ്പോൾ. വിദ്യ കൊണ്ടാണല്ലോ പ്രബുദ്ധരാകേണ്ടത്. എത്രയോ മിടുക്കരായിട്ടുള്ള പെൺകുട്ടികളെ എനിക്കറിയാം. IAS ഓഫീസേഴ്സ്, IPS അല്ലെങ്കിൽ നമ്മുടെ IFS ഫോറിൻ സർവീസിലൊക്കെ ചെല്ലുമ്പോൾ എത്ര മിടുക്കികളാണ് നിൽക്കുന്നത്. ആൺകുഞ്ഞുങ്ങൾ, പുരുഷന്മാരോട് ക്ഷമിക്കണം, ആൺകുഞ്ഞുങ്ങളെക്കാൾ സാമർഥ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാഭവം പെൺകുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാവിക്ക് എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കാത്തതാണ്. പണ്ടൊരിക്കൽ നന്നായിട്ട് പാടുന്ന എൻ്റെ ഒരു വിദ്യാർത്ഥിനിയോട് ഞാനൊരിക്കൽ ചോദിച്ചു, മോളെ ഇപ്പോൾ വീണ വായിക്കാറുണ്ടോ എന്ന്. വീണ വായിക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, കല്യാണം കഴിച്ചപ്പോൾ വീണ വീട്ടിൽ വെച്ചിട്ട് പോന്നു, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വീണ വേണ്ടത് ഫ്രിഡ്ജ് മതി, അവർക്ക് വീണയുടെ ആവശ്യമില്ല. അവിടെ വീണ വീട്ടാനല്ല പോകുന്നത്, ഫ്രിഡ്ജിൽ വസ്തുക്കളൊക്കെ പാചകം ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുട്ടികളോട് ചോദിക്കുക, ജോലിയില്ല, ഗവൺമെന്റ് ഉദ്യോഗം ഇല്ലെങ്കിൽ ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു? വീട്ടു ജോലിയാണ് എന്ന് പറയും. അപ്പോൾ അത് മാറ്റിയിപ്പോൾ നമ്മൾ ഹോം മേക്കർ എന്നാക്കി, അല്ലേ? വീടൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ സ്ത്രീ ഇല്ലാത്ത വീടാകുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഭീഷണിയുണ്ട്. വ്യക്തമായിട്ട് ഞാൻ പറയാം, അനുഭവത്തിൽ നിന്ന് പറയാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക പ്രവർത്തനം നടത്താൻ വിധിയുണ്ടായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. അധ്യാപകം മാത്രമല്ല, കോളേജിൽ പിള്ളേർ കണ്ടിട്ട് പോന്നിട്ടില്ല ഞാൻ. കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച സാമൂഹിക പ്രവർത്തകൻ, ആക്ടിവിസ്റ്റ് എന്നുള്ളതിനെ പറയാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, വിവരം കൊടുക്കണം. അപ്പോൾ അവർ മുമ്പോട്ട് വരും, ധീരമായിട്ട് മുമ്പോട്ട് വരും എന്നുള്ള ഒരു തെളിവ് എനിക്കുണ്ട്. ഞാൻ വീടാന്തരം ഇറങ്ങി പ്രവർത്തിച്ചു. ആ പ്രത്യേക പ്രദേശത്ത് നിന്ന് ഇപ്പോൾ 4 IAS ഓഫീസേഴ്സ് ഉണ്ട്. എന്നെ മിടുക്കൊണ്ടല്ല ഞാൻ പറയുന്നത്, എന്നെ മിടുക്കൊണ്ടാണ്. ആ കുട്ടികളുടെ മിടുക്കാണ്. അവരെ മുമ്പോട്ട് വിടാനായിട്ട് ആ കുടുംബം തയ്യാറായി എന്നുള്ളതാണ്. എൻ്റെ മാഷെ സാക്ഷരതൻ്റെ മാഷ് എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാക്കാനാണോ മാഷ് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ച ആളുകൾക്ക് നല്ല ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരമാണ് കുട്ടികൾ ഞാൻ പറയുന്നത്. വിസ്മയുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മറഞ്ഞു വെച്ച അമർത്തി വെച്ച സ്ത്രീയുടെ ഹൃദയ ശബ്ദം ഈ പുസ്തകത്തിൽ നിന്ന്, ഈ മകളുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. വളരെ സന്തോഷത്തോടെ അത് ഞാൻ ഈ മീറ്റിംഗ് വരില്ല. ഞാൻ ഈ മന്ത്രിമാർ പ്രകാശിപ്പിക്കുന്നിടത്തെങ്കിലും പോയി നിൽക്കുന്നിടത്തൊന്നുമല്ല ആമുഖ പ്രഭാഷണം നടത്താൻ. നിങ്ങൾക്കറിയില്ല, കേരളത്തിലെ പല മന്ത്രിമാരെയും പഠിപ്പിച്ചെടുത്തനായ ശരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു പരിപാടി പങ്കെടുക്കില്ല. ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ബിസ്നോട് ഞാൻ ചോദിച്ചില്ല. എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇവിടെ സ്വാഗതം പറയാനോ അല്ലെങ്കിൽ
പിന്നെ മറ്റ് ഏത് എളിയ സാധനം പറഞ്ഞ മോശം തന്നെ പറയാം, ഞാൻ തയ്യാറാണ്. കാരണം ഇതിനകത്ത് എൻ്റെ പ്രോട്ടോകോൾ ഞാൻ നോക്കിയില്ല, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ എന്താണ് എൻ്റെ വിധി, എൻ്റെ നിയോഗം എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. മറിച്ച് ഈ ഒരു കുട്ടി, ഒരു പുതിയ കുട്ടി വരുന്നു, ധീരമായിട്ട് അവൾ സംസാരിക്കുന്നു, അവൾക്ക് സ്വന്തമായ ഒരു ശബ്ദമുണ്ട്, അത് അംഗീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ രണ്ട് വാക്ക് പറഞ്ഞു ക്ഷമിക്കണം, എല്ലാവരും പറയാനിരിക്കുകയാണ്. ഉദയാണെങ്കിൽ ഒത്തിരി, ഉദയകല ടീച്ചർ ഒത്തിരി മിടുക്കിയായിട്ട് സംസാരിക്കുന്ന ആളാണ്. കേരളത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതി എന്താ, മതങ്ങളൊക്കെ ഞാൻ വിടുന്നു, എല്ലാം മതത്തിൻ്റെ തലയെ കൊണ്ട് വെക്കുന്നുണ്ട്, ഞാൻ അതിന് പിന്നില്ല. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി വേദിയിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ അവിടുത്തെ ഏറ്റവും തലമുതിർന്ന അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾ പറഞ്ഞത് എന്താണ്, ഞാൻ എൻ്റെ പർവ്വതങ്ങളിലെ കാറ്റ് എന്ന നോവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് വുമൺ വിൽ റൂയിൻ ദ കൺട്രി എന്നാണ് ആ വന്യ വയോധികൻ പറഞ്ഞത്. ദിസ് വുമൺ വിൽ റൂയിൻ ദ കൺട്രി. അവർ കയറുമ്പോൾ ഇന്ത്യ പട്ടിണി കിടക്കുകയാണ്, ഇന്ത്യയിൽ ദാരിദ്ര്യം, പട്ടിണി നിൽക്കുകയാണ്. അവരാദ്യം ചെയ്തത് നമുക്ക് ബന്ധമില്ലാത്ത അമേരിക്കയിൽ പോയി PL480 ഒപ്പുവെച്ചിട്ട് ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യായിരുന്നു. അവരുടെ രാഷ്ട്രീയത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി ആദ്യം മുൻകൈയെടുത്ത, നമ്മുടെ അത്ര അഭികാമ്യമായ ബന്ധങ്ങളില്ലാത്ത രാജ്യമായ അമേരിക്കയുമായിട്ട് PL480 എന്ന ട്രീറ്റി ഉണ്ടാക്കിയ പ്രൈം മിനിസ്റ്ററുണ്ട് നമുക്ക്. അപ്പൊ ആ സ്ത്രീ കയറിയപ്പോൾ ദിസ് വുമൺ വിൽ റൂയിൻ ദ കൺട്രി എന്നെ ചങ്കിക്കൊണ്ടൊരു വാക്കാണ്. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദിസ് മാൻ വിൽ റൂയിൻ ദ കൺട്രി എന്ന്? നമ്മൾ പറഞ്ഞിട്ടില്ല, ഇല്ല ഇല്ല. അപ്പൊ പെണ്ണ് ആയിട്ട് പിറന്നാൽ ഏതോ അപകടം. ഞങ്ങളുടെയൊക്കെ നാട്ടില് ആണ് പിറക്കുമ്പോൾ ശബ്ദമില്ല, പെണ്ണ് പിറക്കുമ്പോൾ അല്ല, ആണ് പിറക്കുമ്പോൾ കൊട്ടും, ശബ്ദം കൊട്ടും. കാരണം അവന്റെ പേടി പോകണം, പേടി ഉണ്ടാവില്ല. എന്താ നാട്ടിലുണ്ട് പുതിയ ഒരു മനുഷ്യൻ, ഇപ്പോഴൊന്നും എനിക്കറിയുന്നില്ല, എൻ്റെ വീട്ടിലതൊരു നിർത്തിച്ചിട്ടുണ്ട്. പെൺകുട്ടി പിറക്കുമ്പോൾ ശബ്ദം എന്തിനാണ്? അവൾ പേടിച്ചു വളരണം എന്നാണ്. അവൾ പേടിച്ചു വളരണം. ആരെയൊക്കെ പേടിക്കണം? അവളുടെ നിഴലിനെ പോലും പേടിക്കണം. ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീയെ സ്ത്രീയായിട്ട് വളർത്തുക, അവളുടെ സ്വത്വം അംഗീകരിച്ചു കൊടുക്കുക എന്നത് ഏറെ പ്രധാനമല്ലേ. ഇവിടെ ഹെലൻ കെല്ലറെ കുറിച്ചും റൗളിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, മോൾ പറയും, നന്നായിട്ട് പറയുന്നുണ്ട്. അങ്ങേയറ്റം ലോക പ്രശസ്തരായിട്ടുള്ള സേവനമനുഷ്ഠിച്ച മഹാവ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ട ബിസ്മി റാവുത്തർ ഭംഗിയായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചുമ്മാ പറയല്ല, വ്യക്തമായ ബോധ്യങ്ങൾ വെച്ചിട്ട് സ്പഷ്ടമായ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് ഇവർ പറയുകയാണ് ചെയ്യുന്നത്. എല്ലാം മിടുക്കിയായിട്ട്. ഈ മിടുക്കൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉമ്മയെ കണ്ടു, അവിടെ ഇരിപ്പുണ്ട് ഉമ്മ. ഞാൻ ഇങ്ങോട്ട് കയറിയിരിക്കുന്നതിൽ ഉമ്മാന്ന് ഞാൻ ചോദിച്ചു. കാരണം ഇങ്ങനെ ഒരു മോള് പ്രസവിക്കാനുള്ള ഭാഗ്യം അമ്മയ്ക്ക് ഉണ്ടായല്ലോ എന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിക്കുന്നത്. മിടുക്കിയാണ്. എന്തോ അതെ, എവിടെ ഇരിക്കുന്നു? അതിനൊന്നും കണ്ടില്ല. ഇവിടെ യോഗ ടീച്ചർ, അതാണ് യോഗ ടീച്ചർ ഗുരു ഇവിടെ വന്നിരുന്നത്. മോള് യോഗ ടീച്ചറാണ്. വെള്ളം മിടുക്കി കേട്ടോ. അവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പുസ്തകം വായിക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. പെണ്ണ് എന്ന് പറഞ്ഞാൽ ഏതോ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, അവളെ മനുഷ്യ സ്ത്രീയായിട്ട് വളർത്തരുത്. ബൈബിളിൽ പറയും ആദിയിൽ ദൈവം, എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ആദിയിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചെന്ന് ബൈബിൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. എന്നിട്ട് പറയുന്നത് ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു എന്നാണ്. എല്ലാ വേദശാസ്ത്രങ്ങളുടെയും ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എല്ലാ പുരാണങ്ങളും അങ്ങനെയല്ലേ പറയുന്നത്? ആണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ശിവനാണ്. ശിവൻ ഒരു ഇരിപ്പുണ്ട്. എന്താ കാര്യം എന്നറിയാം? പാതി മെയ് ഭാര്യയ്ക്ക് പഴുത്തു കൊടുത്തയാളാണ്. അർത്ഥനാരീശ്വരനാണ്. ഞാൻ അമേരിക്കയിലോ അല്ല UK അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഗ്രേറ്റ് അഡോർ ഫോർ ദി ഗ്രേറ്റ് ഗോഡ് സാക്ഷാ ശിവ, പരമശിവ എന്ന് പറഞ്ഞു. അപ്പൊ കാര്യം എന്താ? ഇതാ പകുതി. അപ്പൊ അന്നേരം ഒരാൾ അല്ല ഓർമ്മ വെച്ചു ഇത് പ്രസംഗിച്ചപ്പോൾ ഒരു പെങ്കൊച്ച്, ഒരുത്തനല്ല, ഒരു കുട്ടി മോള് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, വി ഹാവ് ഓൾസോ സെയിം കോൺസെപ്റ്റ്.
ഇന്ത്യൻ കൾച്ചറിന്റെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത് ഈ അർത്ഥനാരീശ്വര സങ്കല്പമാണ്. പാതി പുരുഷനും പാതി സ്ത്രീയും എന്ന് പറഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കൊച്ചു ആദ്യം എന്നിട്ട് പറഞ്ഞു വി ഹാവ് ഓൾസോ ദ സെയിം കോൺസെപ്റ്റ് ഹിയർ. അപ്പോ ലീനാർഡോ ദാ വിൻസിയുടെ മനോഹരമായ പടമുണ്ടല്ലോ മോണോലിസ. മോണോലിസ എടുത്ത് കാണിച്ചു, കൈ കാണിച്ചില്ല, മോണോലിസ. ശരിയാ, പാതി പുരുഷനും പാതി സ്ത്രീയുമായിട്ട് വേണം എനിക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു ദാറ്റ്സ് ഫൈൻ, ഓക്കെ. പക്ഷെ ഈ ലിയനാർഡോ ദാ വിൻസി ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? 14th century. And that is also an artistic interpretation of a great painter, Leonardo da Vinci. ലാസ്റ്റ് സപ്പറൊക്കെ പഠിച്ച ആളാണ്. ലിയനാർഡോ ദാ വിൻസി എയർപോർട്ടിൽ നിന്നായിരുന്നു ഇറ്റലിയിലെ റോമിലെ എയർപോർട്ടിന്റെ പണ്ടത്തെ പേര് മാറ്റിക്കൊണ്ടു കേട്ടോ. ഏതാണ്ട് രാജാവിന്റെ പേര്, നല്ല ചിത്രകാരന്റെ പേരിട്ടപ്പോഴാണ് ഞാൻ ആദ്യം അവിടെ ചെന്നിറങ്ങിയത്. ഇപ്പോ ഏതോ രാജാവിന്റെ അതിന്റെ പേരായിട്ടിരിക്കുന്നത്. പോട്ടെ. അപ്പൊ അതൊരു 14th century കോൺസെപ്റ്റ് ആണ്. ബട്ട് ഫോർ അസ് എന്താണ് നമ്മുടെ വേദി അല്ലെങ്കിൽ പുരാണാസ് ആ ഒരു കാലം തൊട്ട് നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്ന ഒന്നാണ് ഈ പാതി മെയ് പാർവതി എന്നുള്ള സങ്കല്പം എന്ന് പറയുന്നത്. ഞാൻ നീട്ടുന്നില്ല. ഈ പുസ്തകം എന്ന് പറയുന്നത് പെൺ മനസ്സിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. പ്രബുദ്ധമായ സ്ത്രീ മനസ്സിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ പുസ്തകം. ഇതൊരു എന്താ പറയുക, അന്ധമായി സ്ത്രീകളെ സ്തുതിക്കുന്ന പുസ്തകമല്ല, അല്ല, ഒരു സഞ്ചാരമാണ്, യാത്രയാണ്, സത്യസന്ധമായ യാത്രയാണ്. അതുപോലെ നീതിബോധത്തോടു കൂടിയുള്ള ഒരു പെൺമനസ്സിന്റെ ഒരു മഹത്വമുണ്ട്. ഞാനിന്ന് രാവിലെ പോയി ഇവിടെ നമ്മുടെ കാര്യവട്ടത്തെ കോളേജ് ഉണ്ടല്ലോ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അവിടെ പ്രസംഗിക്കുകയായിരുന്നു. ബി എഡ് കോളേജിൽ പ്രസംഗിക്കുക. അവിടെ 52 കുട്ടികളുള്ളതിൽ 50 പെൺകുട്ടികളാണ്. 2 എണ്ണത്തിനെ ചോക്കെടുക്കാനും വടിയെടുക്കാനും വേണ്ടി സ്കൂളിൽ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല, 2 ആമ്പിള്ളേരുണ്ട്, 2 പേരേ ഉള്ളൂ. ബാക്കി 50 പെൺകുട്ടികളാണ്. ബി എഡ് കോളേജ്, കാര്യവട്ടത്തെ ബി എഡ് കോളേജിൽ അന്വേഷണ കോളേജ്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾക്കും ഒരു പെൺമനസ്സുണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ സൂര്യനാരായണനും നെറ്റിനും സൂര്യനാരായണനും ഞാൻ പറഞ്ഞു നിങ്ങൾക്കും പെൺമനസ്സുണ്ടാവും. എന്താണ്, ഇവിടെ 50 പെൺകുട്ടികളുടെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചു, ജീവിതത്തിൽ എനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്, കുറേ അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇരിക്കട്ടെ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടീച്ചർ എനിക്ക് തന്നൊരു ഉമ്മയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളോട് ടീച്ചർ പറഞ്ഞു ഭാവിയിൽ എന്താകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞു. എല്ലാവരും എഴുതി. എഞ്ചിനീയറില്ല, അന്ന് ഡ്രൈവറാകണം, പോലീസ് ഇൻസ്പെക്ടറാണ്, കേട്ടോ, പോലീസ് ഓഫീസർ എന്നൊക്കെ എഴുതി വെച്ചു. ഞാൻ എഴുതി എന്താണെന്നറിയാമോ? എന്താ എനിക്ക് പറയാമോ? എനിക്ക് എൻ്റെ അമ്മയാകണം എന്നാണ് ഞാൻ. എനിക്ക് എൻ്റെ അമ്മയാകണം. കാരണം അമ്മയേക്കാൾ കവിഞ്ഞിട്ട് ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറയും, എനിക്ക് ഒരമ്മ മനസ്സില്ലെങ്കിൽ, ഒരു പെൺമനസ്സ്, ഒരമ്മ മനസ്സില്ലെങ്കിൽ നമുക്ക് ഭൂമിയെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കാരണം ഭൂമി അമ്മയാണ്, എല്ലാ ജീവജാലങ്ങളുടെയും അമ്മയാണ്. എന്നപോലെ ഡിസ്നി പെൺമനസ്സിന്റെ മാതൃഭാവം കണ്ടെത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു മനോഹാരിത ഈ പുസ്തകത്തിന്റെ, ഒരു കുടുംബം എങ്ങനെ രൂപം കൊള്ളുന്നു, ഒരു സമൂഹം എങ്ങനെ രൂപം കൊള്ളുന്നു, ഒരു മൊത്തത്തിൽ ഒരു കാലം എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിന്റെ അടയാളം അറിയണമെന്നുണ്ടെങ്കിൽ വായിക്കുക ഡിസ്നി റാമുത്തരുടെ പുസ്തകം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ മന്ത്രിയുടെ ജോലി ആദ്യമായിട്ടാണ് ചെയ്തത്. ഈ മന്ത്രി, ഞാൻ ഇവിടെ വെളിയിൽ വന്നപ്പോൾ പറയുകയാണെങ്കിൽ മന്ത്രി ചെയ്യാൻ ചടങ്ങ് ഞാൻ ചെയ്യണം. പക്ഷെ അതൊരു നിയോഗമായിരിക്കാം. എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അനുഭവമാണ്. ഒന്ന്, ബഹുമാന്യ കഴിഞ്ഞ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല സാർ കരുനാഗപ്പള്ളിയിൽ, ഞാൻ കരുനാഗപ്പള്ളി ACP ആയിരിക്കുമ്പോൾ അവിടെ ഒരു ബുക്ക് എഴുതിയിട്ട് ആ ബുക്ക് പ്രകാശനം ചെയ്യാനായിട്ട് അദ്ദേഹം വന്നപ്പോൾ ഈ ബുക്ക് കൊടുത്ത് ഞാൻ അയ്യങ്കാളിയെ സംബന്ധിച്ചുള്ള ബുക്ക്. രണ്ടാമത്തെ അനുഭവം ഇത് അപ്രതീക്ഷിതമാണ്. അതുപോലെ സമയം കളയുന്നില്ല. ഞാൻ ഫോണിലൂടെ എന്നെ ഇതിന് ക്ഷണിച്ചപ്പോൾ എൻ്റെ നോട്ടീസിൽ എൻ്റെ പേരും പടമൊന്നും വെക്കാതെ, ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് പറ്റാതെ വന്നാൽ അത് മോശമാണെന്നുള്ളതുകൊണ്ട് ഞാൻ പറ്റുമെന്ന് വരാമെന്ന് പറഞ്ഞാണ്.
അപ്പോൾ അന്ന് ആ സമയത്ത് ബിസ്മി സംസാരിച്ചത് പുസ്തകത്തിൻ്റെ പേര് പെണ്ണകം എന്നായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് തമാശ എന്നുള്ള രീതി ചോദിച്ചു, പെണ്ണകം, പെണ്ണിൻ്റെ അകം മുഴുവൻ ഒരു ലാവ പോലെ പൊട്ടി ഒലിച്ച് ആ പുസ്തകം നിറയെ കാണുമായിരിക്കും, വായിക്കുന്നവരെല്ലാം ഭയന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ സംസാരിച്ചു. അപ്പോൾ എനിക്കൊരു അഭിപ്രായമായിട്ട് പറയാനുള്ളത്, ഒരു 50 വർഷം മുമ്പുള്ള സ്ത്രീയുടെ ജീവിത സാഹചര്യം സ്വാതന്ത്ര്യമല്ല നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നു. പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. ഞാൻ തന്നെ എൻ്റെ ഒരു സഹോദരിയുടെ വിവാഹം ഉറപ്പിക്കാനായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ബിസ്മി പറയുന്നുണ്ട് സ്ത്രീധനത്തെക്കുറിച്ച്. എൻ്റെ ഷർട്ടിൽ പിടിച്ച് ഒരുക്കിയിട്ട് പറഞ്ഞു, നീ അവിടെ നിൽക്കി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയനാണ്, കൊച്ചാട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, നിനക്കെന്തായാലും ജോലി കിട്ടത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ജോലി കിട്ടുമല്ലോ, ആ പൈസ നീ അങ്ങ് ഏക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു നടന്ന് ആ വീട്ടിൽ ചെന്നിട്ട്, ശരി നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് ഞങ്ങൾ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സഹോദരിയുടെ കല്യാണം നടന്നത്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ എസ് എ ആയതിനു ശേഷം എൻ്റെ വീട്ടുകാർ ഞാൻ പെണ്ണ് ആലോചിക്കുമ്പോൾ അവർ കപ്പാസിറ്റി എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം അതല്ല. ഇപ്പം എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു കുറച്ച് നാൾ മുമ്പ്, അന്ന് ഈ സംഭവമില്ല. പിന്നെ എനിക്കറിയാവുന്ന പല കേസിലില്ല. പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, കപ്പാസിറ്റി നോക്കും, ചോദിക്കത്തില്ലെന്നേ ഉള്ളൂ. സ്വാതന്ത്ര്യം എങ്ങനെ അനുഭവിക്കണമെന്ന് അയാൾ തീരുമാനിച്ചാൽ മതി. രണ്ടാമത്, ഈ കാണുന്ന മാധ്യമങ്ങളിലൂടെയും മറ്റ് പലതരത്തിലും ഒരുപാട് സോഴ്സിലൂടെ നമ്മൾ ഈ കണ്ടുവരുന്ന സ്ത്രീക്കെതിരായിട്ടുള്ള സംഗതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അറിഞ്ഞുകൊണ്ടും ഈ ആമ്പറ്റകളെ പോലെ ചെന്ന് ഓരോ കാര്യങ്ങളിലെ കെട്ടുകളിൽ വീണു പോകുന്ന സഹോദരിമാരുണ്ട്. അവരെ എങ്ങനെ നന്നാക്കാമെന്ന് എനിക്കറിയത്തില്ല. ഈ പുസ്തകം എഴുതിയിട്ടൊന്നും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോസാ പുഷ്പം പറിക്കുമ്പോൾ റോസായിൽ മുള്ളുണ്ട്, പുഷ്പം കാണാൻ മനോഹരമാണെങ്കിലും അത് പറിക്കുമ്പോൾ സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ കയ്യിൽ മുള്ളു കൊള്ളും, രക്തം വരും, മുറിവുണ്ടാവും എന്ന് ഒരു അറിവ് സ്ത്രീകൾക്കുണ്ടാകണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആശയം. ഞാൻ അതിലേക്ക് കൂടുതൽ സംസാരിക്കാൻ ആൾക്കാർ കൂടുതലുണ്ട്. എന്തായാലും ഈ ബിസ്മി വേറൊരു കാര്യം കൂടെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സംഗതി വരുന്നുണ്ട്, ആണകം എന്ന് പറഞ്ഞില്ല. ആണുങ്ങൾക്ക് പരാതി തരണ്ട, പുരുഷന്മാർ ബുക്കിലൂടെ വായിച്ചിട്ടങ്ങ് സ്ത്രീ വിരോധികളായി മാറണ്ട. അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ സൂചന തന്നിട്ടുണ്ട്. അത് ഞാനങ്ങ് പറഞ്ഞു പോയതാ, പറയാൻ പാടുള്ളത് എനിക്കറിയത്തില്ല. ഇത് കഴിയുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ വിതരണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ആണകത്തിൻ്റെ പണിപ്പുര തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാശ്വസിക്കാം. എന്തായാലും ഈ ബുക്ക് എല്ലാവരും വായിക്കുക. നല്ല രീതിയിൽ ഈ ബുക്കിന് ഒരു ഇത് കിട്ടട്ടെ. ബഹുമാനിയായ ജോർജ് ഓണക്കൂർ സാറിനെ, അദ്ദേഹത്തിൻ്റെ 2-3 പുസ്തകങ്ങൾ എൻ്റെ ഷെൽഫിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ചർച്ച, എൻ്റെ വൈഫ് അത്യാവശ്യം വായിക്കുന്നതാണ്, ഞങ്ങൾ സാറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ടി വിയിൽ സാറിൻ്റെ പ്രോഗ്രാം കാണുമ്പോഴാണ് ഈ സംസാരം വരുന്നത്. സാറിനെ കാണാൻ ഒരവസരം, നേരിട്ട് കാണാൻ ഒരവസരം കിട്ടിയതിലുള്ള എൻ്റെ സന്തോഷം കൂടെ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ബിസ്മിക്ക് എല്ലാവിധ ആശംസകളും പുസ്തകത്തിനും എല്ലാവിധ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സാധാരണ പ്രസ് ക്ലബിൽ പുസ്തക പ്രകാശനത്തിന് ഞങ്ങൾ വരുമ്പോൾ ഏറ്റവും ആദരണീയനും പ്രിയങ്കരനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ പുസ്തകം പ്രകാശനം ചെയ്യും. വളരെ വിനയത്തോടെ എളിയവളായ ഞാൻ ആ പുസ്തകം ഏറ്റുവാങ്ങും, അല്ലെങ്കിൽ ആ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി കാക്കിക്കുള്ളിലെ കലാഹൃദയം കൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുകയും അവതാരികാകാരൻ പുസ്തകത്തെക്കുറിച്ച് അതിമനോഹരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് നേരെ പ്രയോഗിച്ച ആ ഡെമോക്ലീസിന്റെ വാൾ എന്ന് പറയുന്ന 2 വാക്കിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറയാം. സ്ത്രീയെക്കുറിച്ച് ബിസ്മി എന്ന ആ പെൺകാഴ്ചകൾ ഒരുപക്ഷെ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ കണ്ടു തുടങ്ങിയ അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന, ഇടയ്ക്ക് എവിടെയൊക്കെയോ വച്ച് കാലാണോ മനസ്സാണോ ആത്മാവാണോ മുറിവേറ്റത് അല്ലെങ്കിൽ മുറിവേൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു വഴിയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഇടത്തിൽ നിന്നുകൊണ്ടാണ്, ഒരു സ്വത്വത്തിൽ നിന്നുകൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത്. ശരിക്കും ബിസ്മി റാവുത്തർ കണ്ട പെണ്ണക കാഴ്ചകൾ ഞാനും എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു, സൂര്യനെല്ലിയിലെ പെൺകുട്ടിയുടെ ആ കഥനങ്ങൾ
ഞങ്ങളെ ഒന്നാകെ ഉലച്ചു കളഞ്ഞത്. പിന്നീട് അവൾക്ക് വേണ്ടി എത്രയോ സമരങ്ങൾ, അവൾക്ക് വേണ്ടി എത്രയോ പ്രക്ഷോഭങ്ങൾ, ഒന്നും ഫലം കാണാതെ പിന്നീട് വിദ്യാർത്ഥിയിൽ നിന്ന് അധ്യാപികയിലേക്ക് ചുവടുമാറിയപ്പോൾ അവളെ ഇരയാക്കിയവരെ എല്ലാം വെറുതെ വിട്ട ക്രൂരമായ വിധിക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിനും ഒരു അധ്യാപിക തയ്യാറായി. ആ അധ്യാപികയും ഞാനായിരുന്നു. പിന്നീട് ആരുടെയും കൈയടിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാനിങ്ങനെയൊക്കെയാണെന്ന് എൻ്റെ രാഹുലിനറിയാം, ഓണക്കൂർ സാറിനറിയാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്നാരോടും പറയാതെ തന്നെ സഞ്ചരിക്കുന്നതിലൊരു സുഖമുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് നമുക്ക് മുമ്പേ സഞ്ചരിച്ച ചില സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് അറിയപ്പെടുകയാണ്. ലിലിത്തിനെ അറിയാമോ എന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ലിലിത്തിനെ അറിയാമോ? ഓണക്കൂർ സാറിന് അറിയാം ലിലിത്തിനെ. ലിലിത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബൈബിളിൽ ആദത്തെ പോലെ തന്നെ പഴയ നിയമത്തിൽ സൃഷ്ടിക്കപ്പെട്ടവളായിരുന്നു ലിലിത്ത്. ദൈവം കളിമണ്ണ് കൊണ്ട് 2 രൂപങ്ങൾ ഉണ്ടാക്കി. അതിലൊന്ന് പുരുഷനും ഒന്ന് സ്ത്രീയുമായിരുന്നു. ഒരേ ജീവവായു ആ 2 കളിമൺ പ്രതിമകളിലേക്കും അദ്ദേഹം ഊതി നൽകി. അവിടെ പുരുഷൻ 1-ാം സ്ഥാനവും സ്ത്രീക്ക് 2-ാം സ്ഥാനവും ഒന്നുമില്ലായിരുന്നു. 2 പേർക്കും തുല്യസ്ഥാനമായിരുന്നു. പക്ഷെ ഏദൻ തോട്ടത്തിന്റെ കാവൽക്കാരനാകുവാനും എല്ലാ അവകാശങ്ങളുടെയും അവകാശിയാകുവാനും ആദത്തെ നിയോഗിച്ചപ്പോൾ ലിലിത്ത് അതിനെ ചോദ്യം ചെയ്തു. ലിലിത്തിന്റെ ചോദ്യം ചെയ്യൽ ദൈവത്തിനും ഇഷ്ടപ്പെട്ടില്ല, ആദത്തിനും ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് സംഭവിച്ചതൊന്നും ഞാൻ പറയുന്നില്ല. പ്രതികരിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും സംഭവിക്കുന്നത് തന്നെ ലിലിത്തിന് സംഭവിച്ചു. പുതിയ നിയമം ഉണ്ടായപ്പോൾ ലിലിത്ത് അപ്രസക്തമായി. പകരം ആദത്തിന്റെ ഭാര്യയിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവളെ നമ്മൾ ഹവ്വ എന്ന് വിളിച്ചു. അവൾക്ക് ആർത്തവ രക്തം കൊടുക്കുവാനും അവൾക്ക് ശാപങ്ങൾ കൊടുക്കുവാനും പ്രസവ വേദന കൊടുക്കുവാനും ഒക്കെ ദൈവം മത്സരിച്ചു. ദൈവമേ ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെയാണ് സ്ത്രീക്ക് സ്ഥാനം നൽകുവാൻ ദൈവം തയ്യാറായത്? ദൈവം പോലും തയ്യാറാകാത്തിടത്ത് നിന്ന് മനുഷ്യരിൽ നിന്ന് നീതി ചോദിക്കുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട ബിസ്മി നമ്മൾ ഓരോ പെണ്ണുങ്ങളും എന്ന് നമ്മൾ മറന്നു പോകരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഹെലൻ കെല്ലറെ കുറിച്ചൊന്നും പറയുന്നില്ല. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് 1000 പെൺശബ്ദങ്ങൾ ഉയരുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരുടെ ചിറകരിഞ്ഞ സ്വപ്നങ്ങളെ പറ്റി പറയുന്നില്ല. അവരുടെ ചങ്ങലകളെ പറ്റി പറയുന്നില്ല. അവരുടെ ലോകം തീർക്കാൻ ഉണരുന്ന സൂര്യനെ പറ്റി പറയുന്നില്ല. പക്ഷെ ഞാൻ ബിസ്മിയെ കുറിച്ച് പറയാം. അവൾ ആളിക്കത്തുന്ന ഒരു തീക്കനലായാണ് ഇപ്പോൾ ഈ പുസ്തകവും കൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഈ കരഘോഷത്തിനൊക്കെ അല്പായുസ് മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേട് ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക്, ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ നാളെ ഇവളുടെ അക്ഷരങ്ങളെ നീ നിഷേധിയാണ് എന്ന് വിളിക്കുന്ന ഒരു ലോകത്തിന്റെ മുന്നിലെത്തുമ്പോൾ അവിടെ നിശബ്ദമാക്കപ്പെടുന്ന ചില വിപ്ലവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. നമ്മളൊക്കെ പോരാളികളാണ്. രാവിലെ എഴുക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്ന പോരാളിയാണ്. ഞാനൊരു മകന്റെ അമ്മയാണ്. പക്ഷെ എനിക്കറിയാം, ഞാൻ രാവിലെ 5 മണിക്ക് എഴുച്ച് പാചകമെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കോളേജിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ മകനോട് ഞാൻ പറയും, ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകി വെക്കണം. പക്ഷെ പെൺമക്കളോട് ആരോടെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകി വെക്കണം? അവർ കഴുകി വെക്കും, ശരിയല്ലേ? അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? വീട്ടിലെ ജോലി ചെയ്യുവാനും അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ നിഴൽ പോലും ആകാതെ ഒതുങ്ങി നിൽക്കുവാനും ഒക്കെ അവൾ എന്നേ പഠിച്ചു. അറവുമാടുകളെ പോലെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് സ്വർണവും പുതുവസ്ത്രങ്ങളും ഒക്കെ കൊടുത്ത് വിടുമ്പോൾ അവളുടെ മുഖത്തിന് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഒന്നും മുഖമില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. ദൈന്യത ഏന്തുന്ന ഒരു ജീവിയുടെ മുഖം മാത്രമേ, മനസ്സ് മാത്രമേ അവൾക്കുള്ളൂ എന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാം. ഇന്ന് സ്ത്രീകൾ ആഘോഷിക്കുന്നത്, പെൺകുട്ടികൾ മതിമറന്ന് അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് കണ്ടു നിൽക്കുന്ന ഒരു അധ്യാപികയാണ്. 12750 വിദ്യാർത്ഥിനികളെ പ്രതിവർഷം കാണാൻ ഭാഗ്യമുള്ള ഒരു അധ്യാപിക. എൻ്റെ തുമ്പിക്കൂട്ടങ്ങൾ, എൻ്റെ ചിത്രശലഭങ്ങൾ, എൻ്റെ മയിൽപ്പീലികൾ എന്നൊക്കെ ഞാൻ അവർക്ക് പേരിട്ട് അവരെ നെഞ്ചോട് ചേർത്ത് പഠിക്കുമ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്, നന്നായി പഠിക്കണം, ചിരിക്കാവുന്നിടത്തോളം ചിരിക്കണം, എല്ലാ കലകളിലും ഏതൊക്കെ പഠിക്കാമോ അതെല്ലാം പഠിക്കണം. കാര്യം എന്താണ്? അല്പായുസ് മാത്രമുള്ള ഒരു ജീവിതത്തിന്റെ ആഹ്ലാദങ്ങളെ എന്തിന് നമ്മൾ മാറ്റിവെക്കണം? നാളെ അവർ എന്താകും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അല്പം പോലും ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ 0 വെയിറ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് വിവാഹവേദിയിലേക്ക് പോയതിനു ശേഷം പിന്നീട് ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ അവർക്ക് വരുന്ന മാറ്റത്തെ അവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നെറ്റിയിൽ ഒരു കുഞ്ഞ് സ്റ്റിക്കർ പൊട്ട് ഒട്ടിക്കാതെ ഒരിക്കലും പുറത്തിറങ്ങാത്ത അമ്മമാർ പിന്നീട്
പൊട്ടെവിടെ എന്ന് പോലും മറന്നുകൊണ്ട് ഏതോ നിറത്തിലെ ചുരിദാറും ഏതോ നിറത്തിലെ ഷാളും വലിച്ചു വാരിയിട്ടുകൊണ്ട് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നഴ്സറിയിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ ഓടി നടക്കുമ്പോൾ, അതിനുശേഷം ഓഫീസുകളിലേക്ക് പോകുമ്പോൾ ഈ സ്ത്രീക്ക് വൃത്തിയില്ലേ എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുടെ ഇടയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ നമുക്ക് നമ്മുടെ സൗന്ദര്യബോധത്തെ, ഈസ്തറ്റിക് സെൻസിനെ വരെ നമുക്ക് മറച്ചു പിടിക്കേണ്ടി വരുന്നു. ഇവിടെയൊക്കെ ഞാൻ സ്ത്രീകളോടല്ല സംസാരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് നിങ്ങളുടെ ഹൃദയ കവാടം ഒന്ന് തുറന്നിട്ട് അവിടെ ഈ പറയുന്ന പാർവതി പരമേശ്വരന്മാരുടെ അർദ്ധസ്ഥാനമൊന്നും കൊടുക്കണമെന്ന് ഉദയകല ടീച്ചർ പറയുന്നില്ല. അർദ്ധസ്ഥാനം, പകുതി സ്ഥാനം പോലും വേണ്ട, ഒരിത്തിരി ഇടം, ഒന്ന് കാലുറപ്പിക്കാനുള്ള ഒരിടം അത് കൊടുക്കും എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ബിസ്മിമാർ നമ്മുടെ ഈ ലോകത്തുണ്ടാകും എന്നും എഴുത്തിടങ്ങളിൽ സജീവമാകുന്ന തൂലികകൾ പുതിയ വിപ്ലവം രചിക്കും എന്നും എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പാതി ആകാശത്തിനും ഭാവി ഭൂമിക്കും സ്വന്തമായവളെ രണ്ടാം സ്ഥാനക്കാരിയാക്കി മാറ്റിക്കൊണ്ട് സാർത്രനെയും കാഫ്കയെയും എല്ലാം ഏറ്റവും കൂടുതൽ പറയുമ്പോൾ അവർക്ക് പിറകിൽ പ്രവർത്തിച്ച, അവർക്ക് വേണ്ടി നിന്ന വനിതാ രത്നങ്ങളെ, വിർജീനിയ വൂൾഫിനെ, ഇന്ദിരാഗാന്ധിയെ, ഹെലൻ കെല്ലറിനെ, സരോജിനി നായിഡുവിനെ, KR ഗൗരി അമ്മയെ ഒക്കെ മറന്നു പോകുന്ന ഇടത്ത് നിന്ന് പുതിയ പെൺശബ്ദം ഉണരുമ്പോൾ അക്കൂട്ടത്തിൽ ബിസ്മിയുടെയും ശബ്ദം ശക്തമായി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പെണ്ണകത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. നല്ല രീതിയിലൊരു പ്രസംഗം കാഴ്ചവെച്ച ഉദയകല ടീച്ചർ, ഇവിടെ ഈ പുസ്തകത്തിൽ പ്രകാശനം നടത്തിയ ബഹുമാനപ്പെട്ട റിട്ടയർഡ് SP ശ്രീ ശിവപ്രസാദ് സാർ, അസീസൻ ഷാഹിദ്, ജോൺസൺ വൈ, മറ്റ് വേദിയിലും സാധ്യതയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഭാഗം ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് ഒരുപാട് പെറ്റീഷൻസും പരാതികളും പോലീസ് സ്റ്റേഷനിൽ വരികയും അത് വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ തീരുമാനമെടുക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരെ രണ്ടാം തരക്കാരായിട്ട് മാറ്റി നിർത്തപ്പെടുന്ന ആ സാഹചര്യത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇന്നിവിടെ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകളെ പിന്നോക്കം മാറ്റി നിർത്താനുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങാം. നമ്മുടെ കുടുംബത്തിൽ ശിവപ്രസാദ് സാർ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആ കയ്യെഴുത്ത് പ്രതി ആദ്യം വായിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ വന്ന കാര്യമല്ല ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. കാരണം ഡോക്ടർ ശ്രീ ഉദയകല ടീച്ചർ എവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് ഇവിടെ വന്ന് ഉദയകല ടീച്ചറുടെ പ്രസംഗം കേട്ടപ്പോൾ ടീച്ചർ അവസാനിപ്പിച്ച സ്ഥലത്തൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉദയകല ടീച്ചർ പറഞ്ഞു, അവർ ആശംസിച്ചു, പക്ഷേ അത് അവരൊരു യാഥാർത്ഥ്യം പറഞ്ഞു. പലരുടെയും എഴുത്തുകളിൽ, ഒരു പുസ്തകത്തിൽ ഇല്ലെങ്കിൽ 4 എഴുത്തുകളിൽ, 4 കഥകളിൽ, 4 നോവലുകളിൽ അവസാനിക്കുന്ന ഒരു പെണ്ണകത്തിനെയാണ് പലപ്പോഴും കണ്ടുമുട്ടുന്നത് എന്നാണ് ഡോക്ടർ ശ്രീ ഉദയകല ടീച്ചർ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വസ്തുത പറഞ്ഞത്. അതൊരു വസ്തുതയാണ്. പക്ഷെ ബിസ്മി അവിടെ അവസാനിപ്പിക്കുന്നില്ല. ബിസ്മിയുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ബഹുമാന്യനായ ഞാനിവിടെ പ്രത്യേകിച്ച് ഇന്റിമസി, അടുത്ത ഞങ്ങൾ ഇന്റിമസിയുടെ ശിവൻ സാറിനുമായിട്ട് ഞങ്ങൾ ചർച്ച കഴിഞ്ഞു. ബിസ്മി 2 പ്രാവശ്യം ചർച്ച കഴിഞ്ഞു. ആ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരുന്നു. ഇന്റിമസിയെക്കുറിച്ചൊരു നല്ലൊരു ഡോക്യുമെൻ്ററി, ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരിക്കാൻ പോകുന്ന ഒരു ഡോക്യുമെൻ്ററി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ ഞങ്ങൾ പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ചർച്ച നടത്തി. ഞങ്ങൾക്ക് ചർച്ച വരുമ്പോൾ ശിവൻ സാറിന് സമയം കാണത്തില്ല, അദ്ദേഹത്തിന് സമയമുള്ളപ്പോൾ നമുക്ക് കാണത്തില്ല. ഇടയ്ക്ക് എനിക്ക് അമേരിക്കയിൽ പോകേണ്ടി വന്നു. ഇടയ്ക്ക് അദ്ദേഹം ഞങ്ങളൊരു ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ ഞാൻ അമേരിക്കയിലായിപ്പോയി, എനിക്കതിന് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഒരു ഘട്ടം, അത് ഉടൻ തന്നെ തുടങ്ങുകയാണ്. അടുത്തത് ഒരു വെബ് സീരിയലാണ്, ദി കിങ് മേക്കേഴ്സ് ഗെയിം
എന്നൊരു വെബ് സീരീസ് പറഞ്ഞ് അതിനെക്കുറിച്ചൊരു പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അത് പിന്നെ നെറ്റ്ഫ്ലിക്സിലാണ്. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ അത് കൂടുതൽ പറയാൻ ആയിട്ടില്ലെങ്കിൽ പോലും ചെന്നൈയിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിനകത്തും വിസ്മി കാണും. അപ്പോൾ അങ്ങനെ വിസ്മിയുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്, അതെല്ലാം അവസാനിക്കുകയല്ല. ആ യാത്ര ഇനിയും മുന്നോട്ട് പോകട്ടെ. ഞാൻ ഓരോ ആശംസകൾ മാത്രമേ പറയുന്നുള്ളൂ, കൂടുതൽ പുസ്തകത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആ വിസ്മിയുടെ യാത്ര പെണ്ണകത്തിൽ നിന്നും തുടങ്ങുകയാണ്. ആ യാത്ര മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. നമ്മുടെ പ്രിയങ്കരിയായ INDC ഇഷ്ട സിനിമ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയായ ശ്രീമതി ജിസ്മി റാവുത്തർ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഒരു പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ജിസ്മിയെ ഞാൻ പലവട്ടം എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് വിളിക്കുമ്പോഴൊക്കെ ജിസ്മി ഒഴിഞ്ഞു മാറുവാണ്. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ അതെനിക്ക് മനസ്സിലായി. ചോദിക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു തലക്കനം കാണിക്കുന്നതിനുള്ള സംസാരമാണ് എന്നോട് ജിസ്മി പറയുന്നത്. എറണാകുളത്ത് എന്ന മീറ്റിംഗ് വെച്ചാലും തിരുവനന്തപുരത്ത് മീറ്റിംഗ് വെച്ചാലും ഇതേ പ്രൊഫസർ വെച്ചാലും മീറ്റിംഗ് വെക്കുമ്പോഴും ജിസ്മി ആ മീറ്റിങ്ങിനൊന്നും പങ്കെടുക്കത്തില്ല. ചോദിക്കുമ്പോഴൊക്കെ ഞാൻ എഴുത്തില്ല. അപ്പം അതിനു മുമ്പ് എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്നെങ്കിൽ എനിക്ക് 2 പാട്ട് എഴുതിയിട്ടാണ്. ഞങ്ങൾ സിനിമാക്കാരാകുമ്പം 2 പാട്ടുകളൊക്കെ വേണമല്ലോ എഴുത്തുകാരാണെങ്കിൽ. അപ്പോൾ പാട്ടൊക്കെ എഴുതി തന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എഴുത്തെന്ന് പറയുമ്പോൾ എന്താണ്. അപ്പോൾ അത് ഞാൻ പലർക്കും പല ഈ ചാനലുകാർക്ക് ഞാൻ ഓരോന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സഫലമായി കാണുന്നില്ലായിരുന്നു. പക്ഷെ ഇന്നിവിടെ ഈ പ്രസിദ്ധിയാർച്ച എല്ലാ സാഹിത്യകലാകാരന്മാരും അവരൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വാക്കുകളില്ല പറയാൻ. നല്ല തന്മയത്തോടു കൂടി ഈ പെണ്ണകം എന്ന ആ കഥ എഴുതിയപ്പോൾ അവരത് വായിച്ചിട്ട്, ഞാനത് വായിച്ചില്ല, ഇപ്പം ഇവിടെ വന്നിട്ടാണ് ഈ സംഭവം അറിയുന്നത്. പെണ്ണകം എന്ന അത് വായിച്ചപ്പോൾ ഇനി അതെങ്ങനെ ഒന്ന് സിനിമയാക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ ഒരു ചിന്ത. കാരണം ഇഷ്ട സിനിമാ സംഘടന 5 സിനിമ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ജിസ്മിയുടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജിസ്മി കഥ. അപ്പം പറഞ്ഞ് ഇല്ല, ഞാൻ കുറച്ച് തിരക്കില്ല, ഇങ്ങനെ ഒഴിഞ്ഞു മാറുമല്ലാതെ എന്താണെന്ന് അത് പൂർത്തീകരിച്ച് പറയാത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ കഥ എഴുത്തുകാരി ശ്രീമതി ജിസ്മി. ഇപ്പോൾ എനിക്കത് മനസ്സിലായി, നല്ല ഒരു എഴുത്തുകാരിയാണെന്നുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ ജോർജ് ഓണക്കൂർ സാർ ഇത് വായിച്ച് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് നല്ല നല്ല കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാര്യം കണ്ടന്റ് ഉണ്ടെങ്കിൽ സാർ അത് പറയത്തില്ലെന്ന് അറിയാം. ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ അതിനകത്ത് സാഹിത്യപരമായിട്ട് നല്ല നല്ല വാക്കുകളുണ്ടെങ്കിൽ ഇവരെപ്പോലുള്ളവർ ഈ രീതിയിൽ ഇന്നൂടെ വരുത്തുള്ളൂ. അല്ലെങ്കിൽ സാറും വരത്തില്ലെന്ന് എനിക്കറിയാം. കാരണം സാറ് ഈ കഴിഞ്ഞ നിയമസഭ ഞങ്ങൾ കോൺക്ലേവ് നടത്തിയപ്പോൾ സാർ 1-2 നല്ല നല്ല വാക്കുകൾ അവിടെ സംസാരിച്ചു. അത് എല്ലാവരും ഭയങ്കര നിറഞ്ഞ കൈയടിയായിരുന്നു. കാര്യം അത്ര വ്യക്തിത്വത്തിന് നല്ല തന്മയത്തോടു കൂടി വാക്കുകൾ പറയുന്ന ജോർജ് സാർ പറഞ്ഞപ്പോൾ എനിക്ക് ഇത് എത്രയും പെട്ടെന്ന് സിനിമയാക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. അതെന്തായാലും നടപടിയിലാവും. ഇന്ന് ഞാൻ എൻ്റെ ഒരു ബുക്സ് മേടിക്കുന്നുണ്ട്. ഏതായാലും അത് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യും, ഉറപ്പാണ്. ഈ വർഷം തന്നെ അതിൻ്റെ വേണ്ട ഒരു കാര്യകാര്യ ബന്ധത്തിലൂടെ നീങ്ങും. ഓക്കെ സാർ. എന്തായാലും ഇതിൻ്റെ കഥാപാത്രങ്ങൾ എന്താണൊക്കെ എന്നൊന്ന് പഠിക്കണം. ഏതായാലും ജിസ്മിയുടെ തന്നെ ഞങ്ങളത് ചോദിക്കും. സമയം കിട്ടുമ്പം ഒരു ദിവസം ട്രിവാൻഡ്രത്തോട്ട് ജിസ്മിയെ വിളിച്ച് വരുത്തിയിട്ട് ഇതിനെന്താണെന്നുള്ളതിൻ്റെ കണ്ടന്റ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് അറിയണമല്ലോ. ഇനിയും ചിലപ്പോൾ മനസ്സിൽ ഒരുപാട് ഐഡിയ കാണും. അതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഇത് സിനിമാറ്റിക് ആക്കിയാൽ ഞങ്ങൾ ഈ സിനിമ പ്രൊഡക്ഷൻ കഥകൾക്കും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും തിരക്കി നടക്കുന്നവരാണ്. ഒരുപാട് പേര് കഥ കൊണ്ടുവരുന്നു. സാറ് പറഞ്ഞതിൻ്റെ കൂട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി ഇങ്ങനെ കൂട്ടമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിക്കണമെന്ന് തോന്നുന്നില്ല. പക്ഷെ ജിസ്മി റാവുത്തറിൻ്റെ അത് സാറത് വായിച്ചപ്പോൾ ഇന്ന് ഈ വേദിയിൽ വന്ന് ഇതൊക്കെ പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമാണ്. അതിനുപരി അതിൻ്റെ പുസ്തകങ്ങളോട് ഇരിപ്പുണ്ട്. അപ്പം നമ്മളതെല്ലാവരും ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോയി അത് വായിച്ചു കഴിഞ്ഞാൽ അത്ര ആൾക്കാർക്കും കൂടി അത് കൈമാറിപ്പോകും. അങ്ങനെ അത് ലോകം മൊത്തം അറിയപ്പെട്ട് ജിസ്മി റാവുത്തർ ലോകത്ത് അറിയപ്പെടുന്ന ഒരു നല്ല നോവലിസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാർത്ഥായിട്ട് വരണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് നടക്കുകയും ചെയ്യും. ഇത്ര ആൾക്കാർ ഇത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് സാഫല്യമാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്രതീക്ഷിതമായാണ്
എനിക്ക് ഇങ്ങനെ ഒരു ആശംസ അർപ്പിക്കേണ്ട നിയോഗം വന്നു ചേർന്നത്. ബിസ്മയെ ഞാൻ കണ്ടിട്ട് പോയ ഒരു ആറ് മാസത്തോളം ആകുമെന്ന് തോന്നുന്നു അല്ലേ, ഒരുമിച്ചൊരു പ്രോജക്റ്റിൻ്റെ കാര്യത്തിന് പറഞ്ഞ്. അന്നേ ഞാൻ ആ കുട്ടിയിൽ ശ്രദ്ധിച്ച ഒരു പ്രത്യേകത ആ കണ്ണിലുള്ള ഒരു ആർജവം. ഒരു കാര്യവും ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് കേട്ടില്ല. സോ ദർ ഈസ് എ ഫയർ വിത്തിൻ. പിന്നെ അതിന് ഉപോത്ബലകമായൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ കണ്ടത്, പെണ്ണാണ്. ഈ വാക്ക് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ വിസ്മയുടെ അമ്മയ്ക്കും ആ ഒരു അഭിമാനം കൃത്യമായിട്ടുണ്ടാകാം. അത് അഭിമാനമല്ല, അതൊരു ആത്മഹർഷമായി മാറും, ഉറപ്പാണ്. കാരണം എൻ്റെ അച്ഛനൊരു ആയുർവേദ വൈദ്യനായിരുന്നു. അല്പം കളരി മറ്റേ പഴയ നാടൻ അടവുകളൊക്കെ ഉള്ള ഒരു അഭ്യാസിയൊക്കെ ആയിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു സീരിയസ് കാര്യം വീട്ടിൽ വന്നിട്ട് അമ്മ അങ്ങനെ ഒന്നും മിണ്ടാറൊന്നുമില്ല. ഒടുവിൽ അമ്മ മിണ്ടുന്നൊരു സമയം നേരെ എഴുന്നേറ്റിട്ട് അച്ഛനെ ഒന്നിങ്ങനെ നോക്കും. ആ കണ്ണിലുള്ള ആ ഒരു തീരും, അച്ഛൻ്റെ സർവ കളരിയും അടവും എല്ലാം അവിടെ തീരും. മതി മതി, എന്താ പ്രശ്നം, അവിടെ കൺക്ലൂഷൻ വരികയാണ്. അങ്ങനെ സ്ത്രീയുടെ ആ ഒരു ഊർജം കണ്ടു വളർന്ന വ്യക്തിയാണ് ഞാൻ. പിന്നീട് ഞാൻ മുന്നോട്ട് പോയപ്പോഴെല്ലാം കണ്ട ഒരു വലിയ സന്തോഷകരമായൊരു കാര്യം, ഭാരത പൈതൃകം ഉറച്ചു നിൽക്കുന്ന ഒരു മന്ത്രമുണ്ട്, സൂര്യഗായത്രി മന്ത്രം. ഗായത്രി ദേവിയെ ഉപാസിക്കുകയാണ് ആരാ? നമ്മുടെ 3 ആശാന്മാരും. ആര്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ആശാന്മാർ 3 പേരും തപസ് ചെയ്യാണ്. ആരെയാ തപസ് ചെയ്യുന്നത്? സ്ത്രീയെ. അത്രേ ഉള്ളൂ. അപ്പൊ സ്ത്രീ അബലയാണ്, അവൾക്ക് സഹായം വേണം എന്നൊക്കെ പറയുന്നത് പുരുഷന്റെ ഒരു നാടൻ ഭാഷയിൽ എൻ്റെ മോള് കൂടെ പറയാം, അച്ഛൻ്റെ ഉഡായിപ്പ്. അത് പുരുഷന്റെ ഒരു ഉഡായിപ്പാണ്. സ്ത്രീ ശക്തിയാണ്. അപ്പോൾ ശിവൻ പോലും ധ്യാനിക്കുന്നത് ശക്തിയാണ്, അത് ഉപാസിക്കുന്നത്. അപ്പോൾ ബന്ധു ശിവോ രജശക്തി. ശക്തിയില്ലാത്ത ശിവൻ വെറും ശവമായാണ് നിൽക്കുന്നത്. ഈ സത്യം നമ്മുടെ കുഞ്ഞുങ്ങളെ തുടക്കത്തിലേ പഠിപ്പിക്കുക. എനിക്കും 2 ശക്തികളാണ്, 2 പെൺകുട്ടികളാണ് എനിക്ക്. ഞാൻ പറയും കരയരുത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്നിട്ട് മക്കൾ പറയും ഞാൻ കരയുന്നില്ല, കണ്ണിങ്ങനെ വീഴാണ്. അറിവ്, കൃത്യമായ പാരമ്പര്യത്തിൽ ഊന്നിയ ശാസ്ത്രീയമായ അറിവ് ബിസ്മിയെ പോലുള്ള കുട്ടികളിലൂടെ ശരിക്കും ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക. വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഈ ആർജവം പഠിപ്പിക്കുക, അറിയാൻ അനുവദിക്കുക. അങ്ങനെ ഒരു ബോധപൂർവമായ ശ്രമം വ്യക്തി ഒരു റെസ്പോൺസിബിൾ സിവിലിയൻ എന്നുള്ള നിലയ്ക്ക് നാം ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ സ്ത്രീയുടെ കരുത്ത് അവൾ തന്നെ കണ്ടെത്തുകയും അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും അതിലൂന്നി പ്രവർത്തിക്കുകയും ചെയ്യും. വിസ്മയെ പോലുള്ള കുട്ടികൾ ഇനിയും ധാരാളം ഉയർന്നു വരട്ടെ എന്നും ഈ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ ജീവവായുവായി നിലനിൽക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ തരം സംരംഭങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. ഈ പുസ്തകത്തിന്റെ പേര് കാണുന്നതിന് മുമ്പ് തന്നെ ബാഗിലെടുത്ത് വെച്ച ഒരു പുസ്തകത്തിന്റെ പേര് അവളകം എന്നാണ്. ഇത് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഫ്രാൻസിസ് നൊറോണയുടെ ഏറ്റവും പുതിയ നോവലിന്റെ പേരാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവളകം പുറത്തിറങ്ങുന്നത്. പക്ഷേ ഒരിടത്ത് ഒരു പുരുഷൻ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീ സംഘർഷങ്ങളുടെ മനസ്സിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകവും, ഒരിടത്ത് ഒരു സ്ത്രീ തന്നെ എങ്ങനെയാണ് ഈ സംഘർഷങ്ങളെയും ജീവിതത്തെയും അടയാളപ്പെടുത്തുക എന്നതിൻ്റെ നേർരേഖയായ ഒരു പുസ്തകവും കൊണ്ടായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയൊരു സന്തോഷമായി തോന്നുന്നത്. സാറാ ജോസഫ് എന്ന എഴുത്തുകാരി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ത്രീ രചനകൾ ഉണ്ട് നമുക്ക്, സ്ത്രീപക്ഷ രചനകളും നമുക്കുണ്ട്. ഈ സ്ത്രീ രചനകൾക്ക് പലപ്പോഴും ഒരു പുസ്തക വിൽപ്പന എന്നുള്ള നിലയിലൊക്കെ പുസ്തകങ്ങൾ വിറ്റുപോകുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായ ഒരു പാട്രിയാർക്കൽ സമൂഹത്തിൽ സംസാരിക്കാൻ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ പാട്രിയാർക്കൽ സമൂഹം എവിടെയാണോ ഈ ചർച്ചകൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഇടങ്ങളിലേക്ക് ചെന്ന് കയറാവുന്ന ഒരു പുസ്തകമാണ് പെണ്ണകം എന്നതാണ് പ്രത്യേകത. ഞാൻ ചില ചാപ്റ്ററുകൾ മാത്രമാണ് മറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഫെമിനിസത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്.
പക്ഷെ സൈദ്ധാന്തികമായൊക്കെ ഫെമിനിസത്തെ കുറിച്ച് പറയുന്ന ധാരാളം പുസ്തകങ്ങൾ നമുക്ക് മുമ്പിൽ എപ്പോഴും അവൈലബിൾ ആയി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ ലളിതമായ ഭാഷയിൽ എങ്ങനെയാണ് ഫെമിനിസത്തെ അല്ലെങ്കിൽ ഫെമിനിസം എന്നൊരു വാക്കിനെ തന്നെ നമുക്ക് ഈ പാട്രിയാർക്കൽ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ ഫെമിനിറ്റി എന്ന് വിളിച്ച് കളിയാക്കുന്ന നില. ഇപ്പൊ ഈ അടുത്ത ഫെസ്റ്റിവലിലാണ് ഫെമിനിറ്റി ഫാത്തിമ എന്നൊരു സിനിമ തന്നെ പുറത്തേക്ക് വരുന്നത്. പുണ്യാസിയാറിന്റെ ലാലി എന്നൊരു ചെറുകഥയുണ്ട്, ഈ അടുത്ത ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കഥയാണ്. അതിനകത്ത് ഇത്തരം വിഷയങ്ങൾ വളരെ ഗംഭീരമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇത്തരം രചനകൾ, സർഗാത്മകമായ രചനകൾ ഏറ്റവും പുതിയ കാലത്തെ സ്ത്രീയെ ഐഡന്റിറ്റി എന്ന നിലയിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക് സജീവമായി ചർച്ചയുണ്ടാക്കുമ്പോൾ, മറുഭാഗത്ത് സൈബർ ഇടങ്ങളിലടക്കം ഇതിനെ എങ്ങനെ അമർച്ച ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ട്. അത് ഇതിന്റെ മറ്റൊരു ചാപ്റ്ററിൽ സൈബർ ഇടത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്വന്തമായൊരു ഭൂമിക സ്ത്രീകൾ വെട്ടിപ്പിടിക്കുന്നത് എന്നുള്ളത്, ഒരു ബദൽ ലോകം തന്നെ എങ്ങനെയാണ് സൈബർ ഇടത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ അവരുടെ തന്നെ അഭിപ്രായങ്ങൾക്ക് ഇടമുണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിലൂടെ, ഇപ്പോൾ മണക്കൂർ സാറൊക്കെ ഒരു മിത്തിക്കലായുള്ള നമ്മുടെ ഒരു പാരമ്പര്യത്തെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ചരിത്രപരമായി എങ്ങനെയാണ് ഈ സ്ത്രീകൾ നമ്മുടെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുരോഗമനപരമായ ഒരു ഇടമൊരുക്കിയത് എന്നതുകൂടി പെണ്ണകത്തിനകത്ത് മറ്റൊരു തരത്തിൽ ചർച്ചയായി വരുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇതിന് തുടർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്, തുടർച്ചകൾ ഉണ്ടാകും എന്നതിൻ്റെയും കൂടി ഉറപ്പിലാണ് ഇവിടുത്തെ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ തുടർച്ചകൾ എന്നതുകൂടി ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമായി ഇത് മാറുന്നുണ്ട്. എഴുത്തുകാരിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഒരുപാട് നാളത്തെ ഒരു സെർച്ചിങ് എന്ന് തന്നെ പറയാം. എന്താണ് സ്ത്രീ എന്നുള്ളത് പല വ്യക്തികളും സ്ത്രീ ഞാൻ ഒരിക്കലും സ്ത്രീക്ക് വേണ്ടി വാദിക്കുകയല്ല. എൻ്റെ വീട്ടിലെ ഉമ്മ, സഹോദരി, കൂട്ടുകാർ, എനിക്ക് അറിയാവുന്ന എൻ്റെ വേണ്ടപ്പെട്ടവർ, അവരുടെ അനുഭവമാണ്. എന്തുകൊണ്ട് എനിക്കത് എഴുതിക്കൂടാ എന്ന് ഞാൻ ആലോചിച്ചു. ഒരുപക്ഷെ ഞാൻ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന, നേരത്തെ പറഞ്ഞ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ വരാം. ഒരിക്കലും ഞാൻ ഒരു ആണുങ്ങളെയും കുറ്റം പറയില്ല. ഒരു സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല, ഒരു പുരുഷനില്ലെങ്കിൽ സ്ത്രീയുമില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അവളെ കഴിവിനെ അംഗീകരിക്കാതെ പോകുമ്പോഴാണ് അവളവിടെ പരാജയപ്പെടുന്നത്. ഞാനത് കൂടുതലായിട്ട് എൻ്റെ ബുക്കിൽ എഴുതിയിട്ടില്ല, ചെറുതായിട്ട് മാത്രം, ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്ത്രീധനം അത് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇന്നൊരു പെൺകുട്ടി, ഇപ്പം ഞാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ പോലും, അവർക്കൊരു ആലോചന വന്നാൽ എന്തു കൊടുക്കും എന്ന് രഹസ്യമായി ചോദിക്കുന്ന ആ സമ്പ്രദായം ഇന്ന് മാറിയിട്ടില്ല. പക്ഷെ ഞാൻ അതിനെതിരെ ഒരിക്കലും, നമ്മുടെ ഉദയകല ടീച്ചർ പറഞ്ഞത്, എനിക്കൊരു സൈഡിൽ നിന്ന് ഘോരഘോരമായി സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അത് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എൻ്റെ ആ പുസ്തകത്തിലുള്ള ചില അനുഭവങ്ങൾ മാത്രം ഞാൻ കുറിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ വായിക്കുന്ന ഓരോരുത്തർക്കും, സ്ത്രീക്കെന്നല്ല പുരുഷന്മാർക്കും അത് മനസ്സിലാകും. എൻ്റെ വീട്ടിലെ അമ്മ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി അനുഭവിക്കുന്ന ഒരു വേദന അല്ലെങ്കിൽ യാതന, ഓ ഈ സ്ത്രീ ഇത്രയൊക്കെ അനുഭവിക്കുമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്തിന്? നമ്മുടെ വീട്ടിലെ അമ്മയെ തന്നെ നമുക്ക് എടുക്കാം. എത്ര മണിക്ക് എഴുന്നേൽക്കും? 5 മണി അല്ലേ? 5 മണിക്ക് എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, എല്ലാം ഉണ്ടാക്കി തരുന്നു. നമ്മളെ ഇപ്പൊ നമ്മളെയൊക്കെ ആണെങ്കിൽ തന്നെ അല്ലെ, സ്കൂളിൽ അയക്കാനാണെങ്കിലും അത് അവരുടേതായിട്ടുള്ള ഒരു ബിസിയിലാണ്. പക്ഷെ അവരെ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. അവർക്കും ആഗ്രഹമുണ്ട് ഒന്ന് പുറത്തു പോകാൻ, അല്ലെങ്കിൽ അവരുടേതായ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവും. ഒന്ന് എന്താ പറയുന്നത്, ചിലപ്പം പല അമ്മമാരുടെ കഴിവുകൾ ഒരുപാടാണ്. അവർ ചിലപ്പം എഴുതാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, പല പല ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും നമ്മുടെ അമ്മയെ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ അറിയാൻ സാധിക്കും. പിന്നെ നിങ്ങളോട് തന്നെ ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര പേർ അമ്മയെ സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്? ആരെങ്കിലും ചോദിക്കാറുണ്ടോ? നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്തെ ആരുടെ ചോദിക്കായിരിക്കും, അതൊരു രസം. പക്ഷെ നമ്മുടെ അമ്മയോട് നിങ്ങൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഉണ്ട്. ഓക്കെ, അതിന് സോറി, അതാണ് അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചെറുതായിട്ട് മാത്രമേ ആ ബുക്കിൽ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാകും.
പിന്നെ എനിക്ക് നന്ദി പറയാനുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ജീവിതത്തിലെ 2 ഗുരുക്കരാണ്. ഗുരുക്കർ എന്ന് പറയാൻ പറ്റുന്ന എൻ്റെ എല്ലാമാണ്. ഒന്ന് നസീർ ഖാൻ സാഹിബ് സാർ. അദ്ദേഹം നല്ലൊരു വഴികാട്ടിയാണ്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പറഞ്ഞു തരാനും, ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് ഞാൻ സ്റ്റക്കാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് നിനക്ക് എഴുതിക്കൂടാ, നീ എഴുത്, നിനക്ക് പറ്റും. കാരണം നമ്മൾ ഓരോ അനുഭവങ്ങൾ എഴുതുമ്പം ഓ ഇത് ശരിയാവോ, തർക്കങ്ങൾ ഉണ്ടാവോ എന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചിരുന്നു. പക്ഷെ സാറിന്റെ ഒരു സപ്പോർട്ടും, സാറ് നിനക്ക് പറ്റും ബിസ്മി, നീ ചെയ്യ്, ധൈര്യമായിട്ട് കയറ്, പറ്റും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വഴികാട്ടി എന്ന് തന്നെ പറയാം. പിന്നെ കെ ബാബു, അത് എൻ്റെ ആരാന്ന് ചോദിച്ചാൽ അച്ഛനാണ്, സഹോദരനാണ്, എല്ലാമാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ ഗുരുതുല്യനാണ്. അദ്ദേഹത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മാതാവ്, സഹോദരി, കസിൻസ്, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പ്രിയപ്പെട്ടവർ. ഇതിന് എൻ്റെ ആരും ഈ കൂട്ടത്തിൽ എൻ്റെ അന്യരല്ല, എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോ എഴുത്തെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഈ പുസ്തകം പെണ്ണകം എന്നുള്ളത് ഒരിക്കലും ഒരു പെണ്ണിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകമല്ല. അത് നിങ്ങൾക്ക് വായിക്കും മനസ്സിലാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിലെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇത് എന്നെ കളിയാക്കിയിട്ട് എല്ലാം ചോദിച്ച ആണകം വരുമോ എന്ന്. ശരിക്കും ഈ പെണ്ണകത്തിൽ തന്നെ ആണിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. നല്ല ആണുങ്ങൾക്ക് ബിഗ് സല്യൂട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ബുക്ക് വാങ്ങിക്കുക, എല്ലാവരും വായിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ബുക്ക് അത്യാവശ്യമാണ്. ഈ ബുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും സമാധാനം കിട്ടുന്ന ഉറപ്പോടെ ഞാൻ പറയുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.